നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നാം ചില വാക്കുകൾ ഉപയോഗിക്കാറുണ്ട്. അതായത് ശകുനം, ദുശകുനം, നിമിത്തം, ലക്ഷണം ഇങ്ങനെയുള്ളവ. ഇവ എന്തിനെ അടിസ്ഥാനമാക്കിയാണ് നാം പറയുന്നത്? ചിലപ്പോൾ അത് പറയുമ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് അറിവേ ഉണ്ടായിരിക്കുകയില്ല, എന്നിട്ടും നാം അത് ഉപയോഗിക്കുന്നു. പാടി പാടി പറഞ്ഞുപോയ ചില വാക്കുകൾ, അല്ലെങ്കിൽ കൈമാറി വന്ന ചില വാക്കുകൾ, ഇതൊക്കെ തന്നെയാണ് ലക്ഷണം, നിമിത്തം, ദുശകുനം, ശകുനം നമ്മുടെ ജീവിതത്തിൽ, ശരിയല്ലേ? ഇന്ന് നമുക്ക് ചെറിയൊരു യാത്ര നടത്തിയിട്ട് വരാം ഈ മേഖലകളിൽ കൂടി. അപ്പോൾ എല്ലാവർക്കും ഗോകുലമാലയിലേക്ക് സ്വാഗതം. എല്ലാവരോടും വീണ്ടും അപേക്ഷിക്കുകയാണ്, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങളുടെ ജീവിതത്തിലുണ്ടാകുന്ന ഈ പറഞ്ഞ ശാസ്ത്രങ്ങൾ, അതായത് നിമിത്തം, ലക്ഷണം, ഇതൊക്കെ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ, കമൻറ്റിൽ കൂടി ഷെയർ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ചെയ്യുക. എനിക്കും അതിനെക്കുറിച്ച് കൂടുതൽ അറിയുവാൻ സാധിക്കും, നിങ്ങൾക്കും അറിയുവാൻ സാധിക്കും. നല്ല ലക്ഷണങ്ങളെയാണ് നാം ശകുനം എന്ന് പറയുന്നത്. ഒരു സന്ദേശമാകാം, ഒരു സൂചനയാകാം, ദൈവികമായ ഒരു സൂചനയായിട്ടാണ് നമ്മൾ ശകുനത്തെ കണക്കാക്കുന്നത്. എന്നാൽ ദുശകുനത്തെയോ, തെറ്റായ കാര്യങ്ങൾ നടക്കാൻ പോകുന്നു, നമ്മുടെ ജീവിതത്തിൽ എന്തോ ദൗർഭാഗ്യം വരുന്നു എന്നതിൻ്റെ ലക്ഷണങ്ങളായിട്ടും നാം കണക്കാക്കുന്നു. ഇങ്ങനെ ശകുനത്തിനും ദുശകുനത്തിനും നമ്മുടെ നിത്യജീവിതത്തിൽ തന്നെ നാം പറഞ്ഞു കേട്ട കുറേ അറിവുകൾ നമുക്കുണ്ട്. നമ്മൾ നിത്യം കേൾക്കുന്ന അറിവുകൾ, അതൊക്കെ തന്നെയാണ് ഞാനിവിടെ വീണ്ടും ഒന്ന് പറയാൻ പോകുന്നത്. ഇതിൻ്റെ കൂടെ തന്നെ കൂട്ടിച്ചേർക്കാവുന്ന വേറൊരു ശാസ്ത്രമാണ് നിമിത്തശാസ്ത്രം. ആസ്ട്രോളജിയിൽ, അതായത് ജ്യോതിഷത്തിൽ നിമിത്തശാസ്ത്രം എന്ന് പറയുന്നത് ദശാഫല പ്രവചനങ്ങളാണ്. തന്ത്രശാസ്ത്രത്തിൽ നിമിത്തശാസ്ത്രം എന്ന് പറയുന്നത് പൂജകളും ഹോമങ്ങളുടെയും സമയനിർണയമാണ്. ഭക്തിപദത്തിലാകട്ടെ ദൈവിക ഇച്ഛയുടെ സൂചനയുമായിട്ട് കണക്കാക്കുന്നു. പ്രാചീന രാജധാനികൾ ഭരണഘടനാ തീരുമാനങ്ങളും ഈ നിമിത്തശാസ്ത്രം ഉപയോഗിച്ച് എടുത്തിരുന്നു. നിമിത്തശാസ്ത്രം എന്നത് പ്രാചീന ഭാരതീയ ദാർശനിക വിദ്യകളിൽ ഒന്നാണ്. ഭാവിയെ പ്രവചിക്കാൻ പ്രകൃതിയിൽ നിന്നുള്ള സൂചനകളെ തന്നെ അത് വിശകലനം ചെയ്യുന്നുണ്ട്. അതിൻ്റെ വിജ്ഞാന ശാഖകൾ എന്ന് പറയുന്നത് ജ്യോതിഷം, സ്വപ്നശാസ്ത്രം, ശകുനശാസ്ത്രം, മന്ത്രതന്ത്രം മുതലായവയുമായി ബന്ധപ്പെട്ടു നിൽക്കുന്നു. ബൃഹത് സംഹിതയിൽ, അതായത് നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും പ്രസിദ്ധമായ വിപുലമായ ഒരു ജ്യോതിഷ ഗ്രന്ഥമാണ് ബൃഹത് സംഹിത. ഇത് എഴുതിയത് പ്രശസ്ത ജ്യോതിഷ ശാസ്ത്രജ്ഞനും പണ്ഡിതനുമായ വരാഹമിഹിരനാണ്, അതായത് 6-ാം നൂറ്റാണ്ടിൽ. കാളിദാസൻ്റെ കാലഘട്ടമായിരുന്നു അത്. ഇതിൽ പ്രതിപാദിച്ചിരിക്കുന്ന വിഷയം ജ്യോതിശാസ്ത്രം, വാസ്തുശാസ്ത്രം, നിമിത്തശാസ്ത്രം, ജലശാസ്ത്രം, ആരോഗ്യം, സ്വപ്നവിചാരം, കാലാവസ്ഥ പ്രവചനങ്ങൾ, അഗ്നിസംഹിത, ആയുർവേദം തുടങ്ങിയവയാകുന്നു. ഈ ഗ്രന്ഥത്തിലെ പ്രധാന വിഷയമായ ജ്യോതിഷത്തിൽ ഗ്രഹങ്ങളുടെ ചലനങ്ങളും രാശികൾ, നക്ഷത്രങ്ങൾ, ഗ്രഹണങ്ങൾ എന്നിവയുടെ വിശദമായ വിവരണങ്ങളും കർമ്മഫലങ്ങളെ വ്യാഖ്യാനിക്കാൻ ജ്യോതിഷം എങ്ങനെ ഉപയോഗിക്കുന്നു, അല്ലെ എങ്ങനെ ഉപയോഗിക്കാമെന്നും വിശദമാക്കുന്നുണ്ട്. ഇതിലെ തന്നെ പ്രധാന വിഷയമാണ് നാം ഇന്ന് ഇവിടെ എടുത്തിരിക്കുന്ന നിമിത്തശാസ്ത്രവും. പ്രകൃതിയിൽ നിന്നുള്ള ശകുനങ്ങളെ ആസ്പദമാക്കിയാണ് ഇത് രചിക്കപ്പെട്ടിരിക്കുന്നത്. അതായത് പക്ഷികളുടെ ശബ്ദം, ആകാശ പ്രതിഭാസങ്ങൾ, പ്രകൃതി ദുരിതങ്ങൾ എന്നിവ ആസ്പദമാക്കി ജാതകൻ്റെ ഭാവിയെ ഈ സൂചനകൾ ആധാരമാക്കിയാണ് നിമിത്തശാസ്ത്രത്തിൽ കൂടി പ്രവചിക്കുന്നത്. അതുകൂടാതെ അതിൽ വാസ്തുശാസ്ത്രമുണ്ട്, കാലാവസ്ഥ പ്രവചനങ്ങളുണ്ട്, സ്വപ്ന വിചാരങ്ങളുണ്ട്. അതും വേണമെങ്കിൽ നമ്മുടെ ശകുന ദുശകുനത്തിൽ നമുക്ക് പെടുത്താവുന്നതാണ്. സ്വപ്നങ്ങളിൽ കാണുന്ന കാഴ്ചകളുടെ അർത്ഥവ്യാഖ്യാനം അതിൽ വിശദമായി പറയുന്നു. സ്വപ്നങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടാക്കുന്ന മാറ്റങ്ങൾ അറിയിക്കുന്നതായാണ് ഇതിൽ പറയുന്നത്. അതുകൂടാതെയുള്ള മറ്റു ലക്ഷണശാസ്ത്രങ്ങൾ, സ്ത്രീ ലക്ഷണങ്ങൾ, പ്രകൃതി നിമിത്തങ്ങൾ, മൃഗലക്ഷണങ്ങൾ, സ്ത്രീ ശരീരത്തിൻ്റെ ലക്ഷണങ്ങളിലൂടെ ഭാവി പ്രവചനം, കാള, ആന മുതലായ മൃഗങ്ങളിൽ കാണുന്ന ലക്ഷണങ്ങൾ, ഭൂകമ്പം, ഉരുൾപൊട്ടൽ മുതലായ പ്രകൃതി ദുരിതങ്ങൾ, അതിനു മുമ്പ് എന്തൊക്കെ ലക്ഷണങ്ങളാണ് വരുന്നതെന്ന്, ഇങ്ങനെ വിശദമായ ഒരു ശാസ്ത്രമാണ് ബൃഹത് സംഹിത. ജൈനമതത്തിലെ പ്രധാന ഗ്രന്ഥമായ ത്രിശക്തി ശലകാ പുരുഷകാരിത്രയിലും ഈ നിമിത്തശാസ്ത്രത്തെക്കുറിച്ച് ചെറിയൊരു വിവരണമുണ്ട്. 6 വിഭാഗങ്ങളായാണ് ഇതിൽ വിഭജിച്ചിരിക്കുന്നത്. ഭൗമം, അസാധാരണ സംഭവങ്ങൾ, സ്വപ്നം, ആകാശത്തിലെ പ്രതിഭാസങ്ങൾ, ശരീരത്തിലെ മാറ്റങ്ങൾ, ശബ്ദങ്ങൾ, ശരീരത്തിലെ അടയാളങ്ങൾ, ശരീരത്തിൽ ഉണ്ടാകുന്ന മാർക്കുകൾ, ഇതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് നിമിത്തശാസ്ത്രം പറയുന്നത്. ഈ വിഭാഗങ്ങൾ പ്രകൃതിയിൽ നിന്നും ലഭിക്കുന്ന വിവിധ സൂചനകളെ അടിസ്ഥാനമാക്കി ഭാവിയെ പ്രവചിക്കുന്നതിനുള്ള മാർഗങ്ങളായി വ്യക്തമാക്കിയിരിക്കുന്നു. ഇനി നമുക്ക് ശകുനം, ദുശകുനം എന്നിവയുടെ ഉദാഹരണങ്ങളിലൂടെ കടന്നുപോകാം. നമ്മുടെ വീട്ടിലേക്കൊരു ചിത്രശലഭം വന്നു. എന്താണ് സാധാരണ പറയുന്നത്? എന്തോ ഒരു സന്തോഷ വാർത്ത വരാനുണ്ട് എന്നാണല്ലേ, അല്ലെങ്കിൽ ഒരു അതിഥി വരാനുണ്ട്. ഇത് കോമൺ ആയിട്ട് എല്ലാവരും പറയുന്നതാണ്.
കൈപ്പത്തിയിൽ ചൊറിച്ചിൽ വന്നു കഴിഞ്ഞാൽ 2 കൈകളിലും ചൊറിച്ചിൽ വരുന്നത് പണത്തിൻ്റെ സൂചനയായാണ് കണക്കാക്കപ്പെടുന്നത്. ഗൃഹപ്രവേശനം നടത്തുമ്പോൾ പ്രധാനമായും എല്ലാവരും ചെയ്യുന്നതാണ് പാൽ തിളപ്പിക്കുന്നത്. അത് പുറത്തേക്ക് ഒഴുകുന്നത് കാണുമ്പോൾ നമുക്കെല്ലാം സന്തോഷമാണ് ഇല്ലേ? സമൃദ്ധിയും ഐശ്വര്യവും കൊണ്ടുവരുമെന്നും നാം വിശ്വസിക്കുന്നു. ഇനി വേറൊരു ലക്ഷണം പറയാം. ദീപാവലി രാത്രിയിൽ ഒരു കറുത്ത പൂച്ചയെ നിങ്ങൾ കണ്ടു. അത് നിങ്ങൾ ദുസൂചനയായിട്ടെടുക്കുമോ നല്ല സൂചനയായിട്ടെടുക്കുമോ? എന്നാൽ അത് വളരെ ശുഭസൂചനയായിട്ടാണ് കണക്കാക്കേണ്ടത്. ഹിന്ദുമതത്തിൽ ശക്തിയുടെയും ഭാഗ്യത്തിൻ്റെയും സമൃദ്ധിയുടെയും പ്രതീകമാണ്. മിക്ക വീടുകളിലും ഈ സ്വസ്തിക വരച്ചു വെക്കാറുമുണ്ട്. ഇത് നല്ല ശകുനമായിട്ട് കാണുന്നുണ്ട്. ദുശകുനങ്ങളിൽ നമുക്ക് പറയാൻ പറ്റുന്നതാണ് റോഡ് മുറിച്ചു കടക്കുന്ന സമയത്ത് ഒരു കറുത്ത പൂച്ച കുറുകെ ചാടുന്നത്. ഇത് ഇന്ത്യയിൽ ദൗർഭാഗ്യകരമായി ബന്ധപ്പെട്ട ഒരു സാധാരണ അന്ധവിശ്വാസമാണ്. എനിക്ക് തോന്നുന്നു എല്ലാവരും തന്നെ ഈ വിശ്വാസം എടുത്തിട്ടുണ്ട്. അതായത് കറുത്ത പൂച്ച കുറുകെ ചാടിയാൽ അന്നത്തെ ദിവസം പോയി കിട്ടി എന്നാണ് നാം പറയാറ്. രാത്രിയിൽ കൈകാൽ വിരലുകളിലെ നഖങ്ങൾ മുറിക്കുന്നത് ദൗർഭാഗ്യവുമായി ബന്ധപ്പെട്ട ഒരു ദുശകുനമായിട്ടാണ് കണക്കാക്കപ്പെടേണ്ടത്. അതുപോലെ തന്നെ ഉപ്പ് താഴെ വീഴുന്നത് അതും നിർഭാഗ്യമായിട്ട് കണക്കാക്കുന്ന ഒരു ദുശകുനം തന്നെയാണ്. ഗൃഹപ്രവേശം നടക്കുന്ന സമയത്ത് പാൽ പുറത്ത് തിളച്ച് വന്നാൽ മാത്രമാണ് ഐശ്വര്യമുണ്ടാകുന്നത്. എന്നാൽ സാധാരണ നമ്മുടെ ജീവിതത്തിൽ ദൈനംദിന ജീവിതത്തിൽ പാൽ തിളപ്പിക്കുമ്പോൾ അത് പുറത്ത് ചാടുന്നത് നിർഭാഗ്യകരമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. നായയുടെ വല്ലാത്ത രീതിയിലുള്ള ഒരു കരച്ചിൽ. ചില പ്രദേശങ്ങളിൽ നായ കരയുന്നത് ആ പ്രദേശത്തെ ആരെങ്കിലും മരിക്കാൻ പോകുന്നു എന്നതിൻ്റെ സൂചനയായി കണക്കാക്കപ്പെടുന്നു. ഒരു ഇലഞ്ഞി മരത്തിൽ നിന്ന് വീഴുന്ന ഒരാൾ ആ വ്യക്തി അധികകാലം ജീവിച്ചിരിക്കില്ല എന്നതിൻ്റെ സൂചനയാണ്. വലത് കൈയിലെ ചൊറിച്ചിൽ അനാവശ്യ ചെലവുകൾക്കായി പണം ചെലവഴിക്കുമെന്നതിൻ്റെ സൂചനയായി കണക്കാക്കുന്നു. ചില സമയത്ത് നമ്മുടെ വീടുകളിൽ പെട്ടെന്ന് ഗ്ലാസ് പൊട്ടാറുണ്ട് അല്ലേ? ചിലർ വിശ്വസിക്കുന്നത് അത് ദുഷ്ട കണ്ണിൻ്റെയോ അല്ലെങ്കിൽ നെഗറ്റീവ് എനർജിയോ ഇല്ലാതാക്കുന്നു എന്നാണ്. ഒരു വീട്ടിലെ പാമ്പ് കയറിയാൽ, ചില വീടുകളിൽ പാമ്പ് കയറുമ്പോൾ അവർ വിശ്വസിക്കുന്നത് പാമ്പ് വീടിൻ്റെ കാവൽക്കാരാണ് എന്നാണ്. എന്നാൽ ഒരു പാമ്പിനെ കൊന്ന് വെള്ളത്തിലെറിയുന്നത് തുടർച്ചയായ മഴയും വെള്ളപ്പൊക്കവും വരുത്തുമെന്നും വിശ്വസിക്കപ്പെടുന്നുണ്ട്. ഇതുപോലെ തന്നെ വേറൊരു ലക്ഷണമാണ് കാക്ക നനഞ്ഞ് നിലത്ത് ഇരുന്നാൽ. അതായത് മരക്കൊമ്പിലിരിക്കുന്ന കാക്ക നനഞ്ഞ് ആ മഴയത്ത് നിലത്തിരുന്നാൽ ആ മഴ നിർത്താതെ ഒരു 3 ദിവസം അല്ലെങ്കിൽ 4 ദിവസം തോരാമഴ പെയ്യും എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇതുപോലെ തന്നെ പാശ്ചാത്യ നാടുകളിൽ മൃഗങ്ങളുമായി ബന്ധപ്പെട്ട ചില വിശ്വാസങ്ങളാണ് ഇനി പറയാൻ പോകുന്നത്. കറുത്ത പൂച്ചകൾ അർദ്ധരാത്രിയിൽ കരഞ്ഞുകൊണ്ട് രോഗിയായ ഒരാളുടെ കിടക്കയിൽ ഇരിക്കുകയാണെങ്കിൽ അയാളുടെ മരണം ഉടനെ നടക്കുമെന്നാണ്. അതുപോലെ തന്നെ ഒരു ശവസംസ്കാര ഘോഷയാത്രയ്ക്ക് മുന്നിൽ അത് കടന്നു പോകുകയാണെങ്കിൽ ഒരു കുടുംബാംഗത്തിൻ്റെ മരണം ഉടനെ ഉണ്ടാകും. പണി നടക്കുന്ന ഒരു റെയിൽ റോഡ് മുറിച്ച് കടന്നാൽ ഒരു തൊഴിലാളിയുടെ മരണം ഉടനെ ഉണ്ടാകും എന്നും സൂചിപ്പിക്കുന്നു. പക്ഷികൾ, അതായത് വെളുത്ത പക്ഷികളോ അല്ലെങ്കിൽ കാക്കകൾ, പ്രാവുകൾ ഇവ ജനാലയിൽ തട്ടുന്നത് വീട്ടിലൊരു മരണത്തെ സൂചിപ്പിക്കുന്നു. 6 കാക്കകളെ ഒരുമിച്ച് കൊന്നുകഴിഞ്ഞാൽ അതൊരു മരണശകുനമായി കണക്കാക്കുന്നു. ഒരു മരത്തിൽ 2 കടലാമകൾ ഉണ്ടാകുന്നതും ഒരു മരണശകുനമാണ്. ഒരു കുരുവി ഒരു മീവൽ പക്ഷിയെ ആക്രമിച്ച് അതിൻ്റെ കൂട്ടിൽ നിന്നും മറ്റു വീടുകളുടെ മുകളിലോ സമീപത്തോ എറിഞ്ഞാൽ ഒരു മകൻ ജനിക്കുകയും ഒരു മകൾ മരിക്കുകയും ചെയ്യുമെന്നും പറയുന്നു. വീട്ടിൽ മുട്ടുന്ന ഒരു മരക്കൊത്തി മരണശകുനമാണ്. വീട്ടിലേക്ക് കൊണ്ടുവരുന്ന ഒരു മയിൽപ്പീലി മരണത്തെ പരിഹസിക്കുന്നു. വവ്വാലുകൾ വീട്ടിലേക്ക് പറന്ന് ഓടി രക്ഷപ്പെട്ടാൽ കുടുംബത്തിൽ മരണം സംഭവിക്കും. വവ്വാലുകൾ രക്ഷപ്പെടുന്നതിന് മുമ്പ് അതിനെ കൊല്ലുകയാണ് വേണ്ടത്. പക്ഷേ എല്ലാവരും അതിനെ രക്ഷപ്പെടുത്തുകയാണ് ചെയ്യാറ്. വൈകുന്നേരങ്ങളിൽ നിങ്ങളൊരു മരത്തിനടിയിൽ കൂടി നടക്കുമ്പോൾ ഒരു മൂങ്ങ നിങ്ങളുടെ തലയ്ക്ക് മുകളിൽ നിന്ന് നിലവിളിച്ചാൽ അതിനർത്ഥം അറിയാമോ? നിങ്ങളുടെ ഒരു ബന്ധുവോ സുഹൃത്തോ 1 വർഷത്തിനുള്ളിൽ മരിക്കുമെന്നാണ്. നിങ്ങളുടെ മേൽക്കൂരയിൽ ഇരുന്നു കൊണ്ട് ഒരു മൂങ്ങ നിലവിളിച്ചാൽ മരണം നിങ്ങളെ സന്ദർശിക്കും. പ്രശ്നങ്ങളെ സമീപിക്കാനുള്ള ഒരു പ്രത്യേക ബോധം നായ്ക്കൾക്കുണ്ട്. ഇങ്ങനെ എല്ലാവരും കരുതുന്നുമുണ്ട്. അസുഖമുണ്ടായാൽ നായ്ക്കൾക്ക് അതിൻ്റെ ഫലം മുൻകൂട്ടി അറിയാമെന്ന് കരുതപ്പെടുന്നു. ഒരു നായ ജനാലയ്ക്കടിയിൽ നിരന്തരം ഓരിയിടുന്നത് തുടരുകയാണെങ്കിൽ അത് വീട്ടിൽ മരണത്തെയാണ് സൂചിപ്പിക്കുന്നത്. മറ്റു ചിലർ പറയുന്നത് ഒരു നായ തറയിൽ മാന്തി കുഴിക്കുന്നത് ഒരു അശുഭ സൂചകമായി കരുതപ്പെടുന്നു. രോഗിയായ ഒരാളുള്ള വീട്ടിൽ നായ്ക്കളുടെ ഓരിയിടൽ ഒരു മോശം സൂചന തന്നെയാണ്. എന്നാൽ ഒരു നായ തല താഴ്ത്തി അലറുന്നത് മരണത്തിൻ്റെ ശകുനമാണ്. മരണത്തിൻ്റെ ഒരു ജനപ്രിയ അടയാളം ചുവന്ന കണ്ണുകളുള്ള ഒരു കറുത്ത നായയാണ്. ഇത് ഒരു നരകവേട്ട മൃഗത്തെയാണ് സൂചിപ്പിക്കുന്നത്.
വീട്ടിൽ നിന്ന് പുറത്തു പോകുന്ന എലികൾ മരണത്തെ സൂചിപ്പിക്കുന്നു. അതുപോലെ നിങ്ങളുടെ കാലിനു മുകളിലൂടെ ഓടുന്ന ഒരെലി ചിലർക്ക് ഒരു വെളുത്ത മുയൽ മരണത്തിൻ്റെ ഒരു ശകുനമാണ്. മറ്റുള്ളവർ പറയുന്നത് രാത്രിയിൽ 2 വെളുത്ത മുയലുകളെ ഒരുമിച്ച് കാണുന്നത് കുടുംബത്തിൽ മരണത്തെ സൂചിപ്പിക്കുന്നുവെന്നാണ്. നിങ്ങളൊരു വെളുത്ത കുതിരയെ സ്വപ്നം കണ്ടാൽ ആ ആഴ്ച അവസാനിക്കുന്നതിന് മുമ്പ് നിങ്ങളൊരു മരണത്തെക്കുറിച്ച് കേൾക്കും. മരണത്തിൻ്റെ ഏറ്റവും അപൂർവമായ ശകുനങ്ങളിലൊന്ന് ഇരട്ടക്കിടാക്കളെ പ്രസവിക്കുന്ന ഒരു പശുവാണ്. കുടുംബത്തിൽ മരണമെന്നാണ് അർത്ഥമാക്കുന്നത്. ഒരു ബോട്ടിനെയോ കപ്പലിനെയോ പിന്തുടരുന്ന സ്രാവിനെ യാത്രക്കാരിലോ ജീവനക്കാരിലോ മരണത്തിൻ്റെ ഉറപ്പായ അടയാളമായി കണക്കാക്കപ്പെടുന്നു. നിങ്ങൾ നട്ടുപിടിപ്പിച്ച ഒരു ദേവദാരു മരം നിങ്ങളുടെ മുറ്റത്ത് നശിച്ചാൽ നിങ്ങളുടെ കുടുംബത്തിലെ ഒരാൾ മരിക്കുമെന്ന് കരുതുന്നു. കൂടാതെ ദേവദാരു മരം നീക്കുന്നയാൾക്ക് താഴത്തെ ശാഖകൾ ശവപ്പെട്ടിയുടെ നീളത്തിൽ വളരുമ്പോൾ മരണം സംഭവിക്കുമെന്നും പറയുന്നു. ഒരു പീച്ച് മരം നേരത്തെ പൂത്താൽ കുടുംബത്തിലൊരു മരണം സംഭവിക്കുമെന്നും പറയുന്നു. ഇതൊക്കെ പാശ്ചാത്യ നാടുകളിൽ നിലനിൽക്കുന്ന വിശ്വാസങ്ങളാണ്. ഇനി ഭാഗവതത്തിൽ ശകുനങ്ങളും ദുശകുനങ്ങളും എവിടെയാണ് പറയുന്നത്? ശ്രീമദ് ഭാഗവതം ഭാഗ്യവും അദൃശ്യശക്തികളും സംഘടിച്ച് പലവട്ടം ശകുന ദുശകുനങ്ങളെ പരാമർശിക്കുന്നുണ്ട്. പ്രത്യേകിച്ചും ഭഗവാൻ കൃഷ്ണൻ്റെ അന്ത്യഘട്ടത്തിൽ ശ്രീകൃഷ്ണൻ ദ്വാരക വിട്ടുപോകുന്നതിനു മുമ്പ് നക്ഷത്രങ്ങളും പ്രകൃതി ദുരന്തങ്ങളും പക്ഷികളുടെ ശബ്ദങ്ങളും വല്ലാതെ അതിക്രമിച്ചിരിക്കുന്നു എന്ന് കാണിക്കുന്നു. അതായത് ദുശകുനമായി വിവരിക്കപ്പെടുന്നുണ്ട്. കലിയുഗത്തിൻ്റെ ആരംഭം, അതായത് ഭഗവാൻ ദ്വാരകയിൽ നിന്ന് വിട്ടുപോകുന്ന സമയം. പാണ്ഡവന്മാർ ഭഗവാൻ കൃഷ്ണനെ കണ്ടിട്ടില്ലാത്തതിനാൽ ദുശകുനങ്ങൾ അവർക്ക് അനുഭവപ്പെടുന്നു. ചുറ്റുപാടിൽ അസ്വാഭാവികമായ ശബ്ദങ്ങളും അശുഭ സ്വപ്നങ്ങളും അഗ്നിജ്വാല പടരലും പക്ഷികൾ സംശയകരമായി കൂകുന്നതും ഭൂമിയുടെ ഗുരുത്വാകർഷണത്തിലുണ്ടാകുന്ന മാറ്റങ്ങളും എല്ലാം അർജുനനും യുധിഷ്ഠിരനും ദുശകുനമായി പരിഭാഷിക്കുന്നുണ്ട്. ഉദ്ധവൻ്റെ കഥയിലൂടെ ദ്വാരകയിൽ സംഭവിക്കുന്ന അശുഭതകളെ പ്രതിപാദിക്കുന്നുണ്ട്. ലോകത്തിൽ കലികാലം തുടങ്ങുന്നതിൻ്റെ സൂചനകളായാണ് ഇതിനെ വിവരിക്കുന്നത്. പശുക്കൾ വിഷാദത്തിലാകുന്നു, വൃക്ഷങ്ങൾ ഫലമില്ലാതായി പോകുന്നു. ഇങ്ങനെ പ്രകൃതി പ്രതികൂലമായി നിൽക്കുന്ന ആകെ വല്ലാത്തൊരു അവസ്ഥയായാണ് ഭാഗവതത്തിൽ ഇതിനെ വിശദീകരിക്കുന്നത്. ഇതെല്ലാം ഭഗവാന്റെ പരിയോഗം, അതായത് മഹാസമാധി അടയാളപ്പെടുത്തുന്ന ശകുനങ്ങളാണെന്ന് വ്യാഖ്യാനിക്കപ്പെടുന്നു. ഭാഗവതത്തിലെ ശകുനങ്ങളോടുള്ള സമീപനം എങ്ങനെയാണ്? ഭാഗവതം ഒരു ഭക്തിപദമാണെങ്കിലും അത് ഹിന്ദു സമൂഹത്തിൽ പ്രചാരത്തിലുള്ള ശകുനശാസ്ത്രത്തെക്കുറിച്ച് പരിഗണിക്കുന്നുമുണ്ട്. എന്നാൽ ഭക്തൻ ഭഗവാനിൽ ആശ്രയിക്കുമ്പോൾ ദുശകുനങ്ങൾ ഭയപ്പെടേണ്ടതില്ല എന്ന സന്ദേശം ഭഗവാൻ തീർത്തും നൽകുന്നുമുണ്ട്. ദുശകുനങ്ങൾ ഭക്തൻ്റെ മനസ്സിൽ അശാന്തിയെ പ്രതിഫലിപ്പിച്ചേക്കാം. പക്ഷേ ഭക്തൻ ഭഗവാനെ ആശ്രയിക്കുമ്പോൾ അവന് അതിജീവിക്കാൻ കഴിയും. നാം മനസ്സിലാക്കിയതുപോലെ പ്രകൃതിയിലെ ഓരോ സത്യാന്വേഷണത്തിനും പിന്നിൽ ഒരു തത്വചിന്തയുണ്ട്. ചിലത് ശാസ്ത്രീയമായി നോക്കാവുന്നവയാണ്, ചിലത് മനസ്സിൻ്റെ വിശ്വാസങ്ങളെ അനുസരിച്ചുള്ള ആത്മീയ അടയാളങ്ങളാണ്. എന്നാൽ എല്ലാ സൂചനകളും ആഖ്യാനങ്ങളായിട്ടും ജീവിതത്തിലെ വിജയവും സമാധാനവും ഒരാളുടെ ആലോചനയും പ്രവർത്തനവുമായാണ് നിർണ്ണയിക്കുന്നത്. ഇതെല്ലാം പറയുമ്പോഴും നമ്മുടെ ഉള്ളിലുള്ള ഒരു പ്രധാന സത്യം നാം മറക്കരുത്. പ്രകൃതിയിൽ കാണുന്ന ഓരോ ശകുനത്തെയും ദുശകുനത്തെയും നമ്മൾ പരിശോധിക്കുമ്പോൾ അതിൽ അർത്ഥം നമുക്ക് കാണാൻ സാധിക്കും, പാഠം കാണാൻ സാധിക്കും. പക്ഷേ അതെല്ലാം നമുക്ക് ഭയം നൽകുകയോ നിർണായകമായ തീരുമാനങ്ങൾ അന്ധവിശ്വാസത്തിൻ്റെ പേരിൽ എടുക്കുകയോ ചെയ്യരുത്. ഭഗവത് ഭക്തിയോടെയും വിശ്വാസത്തോടെയുമാണ് നാം മുന്നോട്ട് പോകേണ്ടത്. ജീവിതത്തിൽ എത്ര ശകുനങ്ങൾ കണ്ടാലും എത്ര ദുശകുനങ്ങൾ കേട്ടാലും കണ്ടാലും വളർച്ചയ്ക്കും സമാധാനത്തിനും ആധാരമാകുന്നത് ഭഗവാനെ ആശ്രയിക്കുന്നതിലൂടെ മാത്രമാണ്. ശ്രദ്ധയോടെയും ജ്ഞാനപൂർവവുമായ വിശ്വാസത്തോടെയും നമ്മൾ ഭഗവാനെ ഭജിക്കണം. ആ വാത്സല്യത്തിലൂടെ എല്ലാം ശരിയാവുകയും ഭയം വിട്ട് ആത്മവിശ്വാസം നിറയുകയും ചെയ്യും. അതുകൊണ്ട് ശകുനം നമുക്കൊരു സൂചനയാകട്ടെ, ഭയമല്ല. ദുശകുനം നമ്മെ വിഷമിപ്പിക്കാതിരിക്കട്ടെ, ജാഗ്രതപ്പെടുത്തുക എന്ന് മാത്രം ഓർമ്മിക്കുക. എല്ലാ കാര്യങ്ങളിലും ഭഗവാന്റെ സ്മരണയും ആശ്രയവും ഉണ്ടാകട്ടെ. വിശ്വാസം ഭഗവാനിലാണെങ്കിൽ ഭാവി ഏത് ദിശയിലായാലും നിങ്ങൾ സുരക്ഷിതരാണ്. നന്ദി, നമസ്കാരം. ഹരേ രാമ.